ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് സുജ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, കുട്ടികളിലുള്ള അമിതമായ വാശിയും പിടിവാശിയും കാരണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു 4 സ്റ്റെപ്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട്, കുട്ടി പിടിവാശി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഷൗട്ട് ചെയ്യാതിരിക്കുക. യു ഡോണ്ട് ഷൗട്ട് അറ്റ് ദം. ഇഫ് യു ഷൗട്ട്, ദേ വിൽ ബിക്കം മോർ അപ്സെറ്റ്. നമ്മൾ ഷൗട്ട് ചെയ്തിട്ട് കുട്ടിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഉച്ചത്തിൽ ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ അപ്സെറ്റ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് കൺട്രോൾ യുവർ സെൽഫ്. നമ്മളൊരു നന്നായിട്ടൊന്ന് ശ്വാസം വലിച്ചെടുത്തിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പഠിക്കുക. ഒന്നാമതായിട്ട് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, അവരെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് കുട്ടിക്കൊന്ന് തോന്നണം. സോ യു ക്യാൻ സേ ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ അപ്സെറ്റ്. നീ അപ്സെറ്റ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, ശരി നീ കാര്യം പറയും, എന്താണ് എന്ന് ചോദിച്ചിട്ട് പറയുന്ന സമയത്ത് കുട്ടിക്ക് അവനെ കേൾക്കാൻ അല്ലെങ്കിൽ അവളെ കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ളതും അവിടെ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് എന്നുള്ളത് കുട്ടിക്ക് തോന്നണം. ആ ഒരു രീതിക്ക് നമുക്ക് അവരോട് വേണമെങ്കിൽ സംസാരിച്ചിട്ട് അവരുടെ കാര്യം അഡ്രസ്സ് ചെയ്യും, അല്ലെങ്കിൽ അക്നോളജ് ചെയ്തു എന്ന് കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, വി ക്യാൻ ഗിവ് ചോയ്സ്. നമുക്കൊരു ചോയ്സ് കൊടുക്കാം. കുട്ടി ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി വാശി പിടിക്കുകയാണെങ്കിൽ നമുക്കൊരു 2 ചോയ്സ് കൊടുത്തിട്ട് പറയാം, നിനക്ക് ഡു യു വാണ്ട് ദിസ് ഓർ ദാറ്റ്, നിനക്ക് അത് വേണോ ഇത് വേണോ. അപ്പോൾ കുട്ടി ചിലപ്പോൾ അതിലത്തെ ഏതെങ്കിലും ഒരു ചോയ്സ് എടുക്കും. അങ്ങനെ നമുക്ക് ചോയ്സ് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും അടുത്ത് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ബി കാം ആൻഡ് സ്റ്റേ വിത്ത് ദം. അവരുടെ കൂടെ തന്നെ ഇരിക്കുക. ചിലപ്പോൾ വേറെ ഒന്നും ആയിരിക്കില്ല വേണ്ടത്, നിങ്ങളുടെ ഒരു പ്രസൻസ് കൊണ്ട് ചിലപ്പോൾ കുട്ടിക്കൊരു സേഫ് എൻവയോൺമെൻറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ബി പേഷ്യൻറ്റ് ആൻഡ് സ്റ്റേ വിത്ത് ദം. അവരുടെ കൂടെ തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ. പിന്നെ കൂടുതൽ പാരൻറ്റിങ് വീഡിയോസിന് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യൂ. പിന്നെ ടാൻഡ്രംസ് എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ദാറ്റ് ഇസ് എ കോമൺ തിങ്. നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിലിരിക്കും അത് വേഴ്സായിട്ട് പോകണോ അല്ലെങ്കിൽ അത് അവിടെ കൺട്രോൾ ആവണോ എന്നുള്ളത്. സോ ദ കീ ഈസ് വിത്ത് യു. അപ്പോൾ നിങ്ങളൊന്ന് തീരുമാനിക്കൂ അതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.